ആർക്കാണ് പ്രഥമ സ്ഥാനം? യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 1 മുതൽ 10 വരെ. ചിന്തക്കായിട്ട് 7-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തോടുള്ള അനുരാഗത്തിന് ഭക്തി എന്ന് ഭാരതീയ ആചാര്യന്മാർ നിർവചിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മിൽ പലർക്കും ഭക്തിയുണ്ടെങ്കിലും ദൈവത്തിന് 2-ാം സ്ഥാനമേ ജീവിതത്തിൽ നൽകിയിട്ടുള്ളൂ. ബാഹ്യ ജീവിതത്തിൽ നാം ദൈവഭക്തരാണെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കും ദൈവത്തിനും മാത്രമേ അറിഞ്ഞുകൂടൂ. ഇനിയും ക്രിസ്തുവിനെ ആവശ്യമുള്ളവർ എന്ന വിഷയത്തെപ്പറ്റി ബില്ലി ഗ്രഹാം ഒരിക്കൽ ഒരു പ്രഭാഷണം ചെയ്തു. അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന ഒരു യുവതിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് അദ്ദേഹം വരച്ച് കാട്ടിയതെന്ന് തോന്നി. ക്രിസ്തുവിന് നൽകേണ്ട സ്ഥാനമാണല്ലോ തൻ്റെ കാമുകനെ താൻ നൽകിയിരിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമായി. അന്ന് വൈകുന്നേരം തൻ്റെ കാമുകനെ കണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു: അങ്ങ് എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ദുഃഖമുണ്ടാകും, എന്നാൽ ഞാൻ കൈവിടപ്പെടുകയില്ല. ക്രിസ്തുവാണ് എൻ്റെ പരമനാഥൻ, അങ്ങയ്ക്ക് 2-ാം സ്ഥാനമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആർക്കാണ് പ്രഥമ സ്ഥാനം? നാം ഭക്തിയുടെ ഉടുപ്പിട്ടവരായിരുന്നേക്കാം. ദേവാലയങ്ങളിൽ നമുക്ക് മുഖ്യ സ്ഥാനവും ഉണ്ടായിരുന്നേക്കാം. മറ്റുള്ളവരുടെ മുൻപിൽ മാന്യന്മാരായും യോഗ്യന്മാരായും ജീവിക്കുന്നതുകൊണ്ട് നാം തൃപ്തിയടയുന്നു. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഭക്തിയാണോ നമ്മുടേത്, അതോ വെറും വേഷത്തിൽ ഭക്തിയാണോ? ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രാഹ്മണ യുവാവ് ഒരിക്കൽ ബിൽ എഴുതുന്നതിൽ കൃത്രിമം കാണിച്ചതിനെ ഉടമസ്ഥൻ സമാധാനം ചോദിച്ചു. ഇതേപ്പറ്റി വിദഗ്ധോപദേശം തേടുന്നതിനെ അയാൾ ഒരാളെ സമീപിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഞാനൊരു ബ്രാഹ്മണനാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഉടമയും ഒരു ബ്രാഹ്മണനാണ്. എന്നിട്ടും എൻ്റെ നിസ്സാരമായ തെറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഒരു ബ്രാഹ്മണനാണല്ലേ? അതെ, യുവാവ് മറുപടി പറഞ്ഞു. ആട്ടെ, ബ്രാഹ്മണൻ എന്ന പേരിനോട് ചേർന്ന് പോകേണ്ട ഇസം നിങ്ങൾക്കുണ്ടോ? അതെന്താണ്, എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ആ യുവാവ് പറഞ്ഞു. താങ്കൾ ജനനം കൊണ്ട് മാത്രം ബ്രാഹ്മണനായ ഒരാളാണ്. അതുകൊണ്ട് ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാവുകയില്ല. കേവലം ബ്രാഹ്മണനായിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. വേദം അനുസരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ധനമോ ലൗകിക ശക്തിയോ ആർജിക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല. അയാൾ കഷ്ടിച്ച് ജീവിക്കുന്നവനും മറ്റുള്ളവർക്ക് വേണ്ടി വഴികാട്ടിയും സ്നേഹിതനും ആയിരിക്കുവാനും വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. ബ്രാഹ്മണിസത്തിൻ്റെ ഒരു തരിയെങ്കിലും മാനസിക ഘടനയിലുള്ളവൻ സർവജനോ സുഖിനോ ഭവന്തു, അഥവാ എല്ലാ മനുഷ്യർക്കും സുഖം കൈവരട്ടെ എന്ന സത്യത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കും. അദ്ദേഹം വിശദീകരിച്ചു. ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയതുകൊണ്ട് ഈശ്വരവിശ്വാസം പാറ്റിക്കൊഴിക്കപ്പെടുന്ന ഇക്കാലത്ത് മതത്തെ നിലനിർത്തുവാൻ സാധ്യമല്ല. ദൈവത്തെ ജീവിതത്തിൻ്റെ പരമനാഥനായി അംഗീകരിക്കുക, അതാണ് എല്ലാവർക്കും ആവശ്യം. ഓർക്കണമേ, മതം ജീവിതമാണ്, പോരാ അതായിത്തീരലാണ്. 53-ാം സങ്കീർത്തനം 2-ാം വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.